അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിന്ന റംസാൻ നമ്മോട് വിട പറയുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നാം ഇന്ന് നിലകൊള്ളുന്നത്. റംസാൻ മാസത്തിലെ 29ാമത്തെ പകലിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പലരും റംസാനെ പറ്റി 2 മാസം മുമ്പ് മുതലേ, അതായത് റജബ് മാസം മുമ്പ് മുതലേ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞത്, അല്ലാഹുമ്മ പടച്ചവനെ, ഈ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ, ഞങ്ങളെ റമദാനിൽ ഒരുമിച്ച് കൂട്ടണേ, റമദാനിൽ ഞങ്ങൾക്ക് നോമ്പെടുക്കാനും നമസ്കരിക്കുന്നതിനും ഖുർആൻ ഓതുന്നതിനും അനുഗ്രഹിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ റമദാൻ മാസം നമ്മിൽ സമാഗതമായി 29 ദിവസം മുമ്പ് പലരും നോമ്പെടുത്തു. നമ്മുടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്തെ അപേക്ഷിച്ച് ഇപ്പം നോമ്പെടുക്കുന്നതിന് ആവേശം ഒന്നുകൂടി കൂടുതലാണ്. ഇങ്ങനെ കൂടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയുടെ കാലത്ത് പലരും മുസ്ലിം സമുദായത്തിനെതിരെ, അല്ലെങ്കിൽ മുസ്ലിം ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെ വെറുതെ അനാവശ്യമായി സോഷ്യൽ മീഡിയയിൽ അവന് വായക്ക് തോന്നിയത് അതൊക്കെ പാട്ട് എന്ന രൂപത്തിൽ പ്രചാരം അയച്ചുവിടുന്നു. ഇതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മുന്നറിയിപ്പ് നൽകിയതാണ്. യുരീദൂന, അവരാഗ്രഹിക്കുന്നു, അയ്യുത്ഫിഉ നൂറല്ലാഹി ബി അഫ്വാഹിഹിം, അവരുടെ വായ കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ കെടുത്തിക്കളയാമെന്ന് അവരോരോരുത്തരും വിചാരിക്കുന്നു. എന്നാൽ വല്ലാഹു മുത്തിമു നൂരി, അള്ളാഹു അവൻ്റെ പ്രകാശം സമ്പൂർണ്ണമാക്കുക തന്നെ ചെയ്യും എന്നാണ് പരിശുദ്ധ ഖുർആൻ മുന്നേ പറഞ്ഞു വന്നത്. അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് മുന്നറിയിപ്പ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക, ഖുർആനിൽ ഇബ്ലീസിൻ്റെ പേര് പറയും പോലെ ഒരു ആരിഫ് ഹുസൈൻ കയറിയിട്ട് അയാൾ തന്നെ പറയുന്നുണ്ട് കേട്ടോ, അയാൾ പേര് ആരിഫ് എന്ന് വിളിക്കരുത് എന്ന്. അയാൾ പറഞ്ഞത് തന്നെ ആർപിക് ഹുസൈൻ എന്നേ വിളിക്കാവുള്ളൂ. നമ്മളെ കക്കൂസ് കഴിയുന്ന സാധനം ഉണ്ടല്ലോ, ക്ലോസറ്റിൽ കിടന്ന് മെരുകയാണല്ലോ, അതുകൊണ്ട് ആർപിക്ക് തന്നെ ആയിരിക്കും. എന്തായാലും അയാൾ നോമ്പിൻ്റെ തുടക്കത്തിൽ തന്നെ കുറേ ഉന്നക്കായും പത്തിരിയും ഇതൊക്കെയാണ് നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറേ വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളെ ശ്രദ്ധയിലൊക്കെ പെട്ടിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ളവർ അവർ പറയുന്നത് വെച്ചാൽ, റമദാൻ മാസത്തിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തെ ഭക്ഷണം ഒഴിവാക്കൽ മാത്രമാണ്. അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണം ഒഴിവാക്കൽ മാത്രമാണെങ്കിൽ ഇവർക്കാർക്കെങ്കിലും, ഈ വിശ്വാസികളല്ലാത്ത ഒരാൾക്ക് പോലും, അല്ലെങ്കിൽ ഇസ്ലാമിനെ തെറിവിളിക്കുന്ന ഒരാൾക്ക് പോലും നമ്മുടേതായ രീതി പ്രകാരമുള്ള നോമ്പെടുക്കാൻ കഴിയൂല എന്നുള്ള സത്യമാണ്. കേൾക്കുമ്പോൾ നേരാ, ഞാൻ ചിന്തിച്ച് പോയിട്ടുണ്ട്. ശരിയെന്നല്ലേ അവർ പറയുന്നത്? അത്താഴം നമ്മൾ പ്രഭാത ഭക്ഷണം കുറച്ച് നേരത്തെയാക്കുന്നു. അതായത് രാവിലെ 7 മണിക്ക് കഴിക്കുന്നത് ഒരു 4:30-5 മണിക്കേക്ക് മാറ്റുന്നു. പിന്നെ ഉച്ചയ്ക്ക് ചോറില്ല. പിന്നെ അതിന് പകരം വൈകുന്നേരം എന്ത് ചെയ്യുന്നു, രാത്രിക്കത്തെ ഭക്ഷണം കുറച്ച് നേരത്തെയാക്കിയിട്ട് നമ്മൾ 7 മണിയാകുമ്പം തന്നെ കഴിക്കുന്നു. അങ്ങനെയാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതുപോലെ അല്ലേ എന്ന് നമ്മൾക്ക് വരെ തോന്നിപ്പോകും. പക്ഷേ ഇത് ഈ പണ്ടുള്ളവർക്കൊരു ചൊല്ലുണ്ടല്ലോ, ഈ മുട്ടയിടുന്ന കോഴിക്ക് ചന്തീൻ്റെ ചൂടറിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ, ഇത് എടുക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആവശ്യവും അതിൻ്റെ തീവ്രതയും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ നോമ്പിനെ പറ്റിയാണ് പറഞ്ഞു വന്നത്. നോമ്പിൻ്റെ ആദ്യത്തെ 10 നമ്മളെല്ലാവരും പറഞ്ഞു, അല്ലാഹുമ്മ റിഹംനി യാ അർഹമർ റാഹിമീൻ, അള്ളാഹുവേ നീ എന്നോട് കരുണ കാണിക്കണം. നീ കരുണ കാണിക്കുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ കരുണാവാരിധിയാണ് എന്നാണ് ഈ റമദാനിലെ ആദ്യത്തെ 10 നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ആ 10 നമ്മളിൽ നിന്ന് യാന്ത്രികമെന്നോണം അറിഞ്ഞോ അറിയാതെയോ പെട്ടെന്ന് കഴിഞ്ഞു പോവുകയാണ്.
അത് കഴിഞ്ഞ ശേഷം അടുത്തതെന്താ? രണ്ടാമത്തെ പത്തിലേക്ക് കടന്നു. ഈ രണ്ടാമത്തെ പത്തിലേക്ക് കടന്നതോടുകൂടി അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അള്ളാഹുവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ എന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ റമദാനിലെ രണ്ടാമത്തെ പത്തിൽ പാപമോചനത്തിന് വേണ്ടിയുള്ള പരിശ്രമം തുടങ്ങി. അങ്ങനെ റമദാൻ 17 ബദ്രീങ്ങളുടെ ആണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നും പറഞ്ഞിട്ട് സാധാരണ ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ സലഫികളും വഹാബികളും അതിൻ്റെ പിന്നാലെ കൂടി. എന്തോ വലിയ മോശമാണ് സുന്നികൾ ചെയ്യുന്നത്, അത് ശരിയല്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. കുറച്ച് ദിവസം, 2-3 ദിവസം അതും കൂടി കഴിഞ്ഞപ്പോൾ റമദാനിലെ അവസാനത്തെ പത്തെത്തി. ഈ അവസാനത്തെ പത്തിൽ നമ്മൾ പറഞ്ഞു, അല്ലാഹുമ്മ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ എന്നെ നരകത്തിൽ നിന്ന് നീ ഇത്തുക്ക് ചെല്ലണം, മോചിപ്പിക്കണം, എന്നെ സ്വർഗത്തിൽ നീ പ്രവേശിപ്പിക്കണം എന്ന പ്രാർത്ഥന നാം ഓരോരുത്തരും ഏറ്റുപിടിച്ചു. നമ്മുടെ പള്ളികളിൽ നിന്നും അങ്ങനെയുള്ള പ്രാർത്ഥനകൾ മുഴങ്ങാൻ തുടങ്ങി. അങ്ങനെ റമദാനിലെ അവസാനത്തെ പത്തിൽ എത്തി. നരകമോചനത്തിൻ്റെ പത്തിൽ നരകത്തിൽ നിന്ന് മോചിച്ച് കിട്ടാൻ വേണ്ട ഓരോ കാര്യങ്ങളും അതിൽ വ്യാപൃതരായി നമ്മൾ. ഖത്തം ഓതുന്നവർ പരിശുദ്ധ ഖുർആനിൻ്റെ ഖത്തം പൂർത്തിയാക്കുന്ന അവസാന ശ്രമത്തിലേക്ക് മാറി. അങ്ങനെ പിന്നെ രാത്രികൾ ലൈലത്തുൽ ഖദ്റിൻ്റെ രാവാണ് എന്ന വിശ്വാസത്തോടു കൂടെ അതിനും ആ 1000 മാസങ്ങളുടെ ശ്രേഷ്ഠത നേടിയെടുക്കുന്നതിനുള്ള പരിശ്രമവും ചെയ്തു വന്നു. ഇത് എല്ലാവർക്കും പൊതുവേ പറഞ്ഞതാണ്. പക്ഷെ നാം ഓരോരുത്തരും ഇതിൽ എത്രത്തോളം ഭാഗവാക്കായി എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. കാരണം അടുത്ത വർഷമാകണം ഇനി റമദാൻ മാസം ഉണ്ടാകാൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാവും പകലും അവൻ്റെ ഖളാ പോയ ഇബാദത്തുകൾ, ഫർദായ നിസ്കാരങ്ങൾ മുതലായവ വീണ്ടെടുക്കുന്നതിൽ ശ്രമിക്കുകയും സുന്നത്തായ ഇബാദത്തുകളെ കൊണ്ട് ഈ റമദാൻ മാസത്തെ കൂടുതലായി ധന്യമാക്കുകയും ചെയ്തവനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അടുത്ത ഒരു വർഷത്തെ റമദാനിൽ കൂടി പങ്കെടുക്കാൻ കാലം നമ്മെ കാത്തുവച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ അടുത്ത റമദാനിൻ്റെ മുമ്പ് നമ്മെ തിരിച്ചു വിളിച്ചു പോകുമോ എന്ന് ഒരു മനുഷ്യനും അറിയില്ല. കാരണം കഴിഞ്ഞ വർഷം നമ്മോട് കൂടെ ഉണ്ടായിരുന്ന അനേകായിരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഇവരൊക്കെ ഇന്ന് 6 അടി മണ്ണിന് കീഴിലാണ്. നമ്മളിൽ എത്ര പേർക്ക് കാലത്തെ അതിജീവിച്ചുകൊണ്ട് അടുത്ത റമദാനിൽ ഇതേപോലെ നിസ്കരിക്കാനും നോമ്പെടുക്കാനും ഖുർആൻ ഓതാനും കഴിയുമെന്ന് ഏതൊരാളും ചിന്തിക്കണം. അള്ളാഹു നമ്മുടെ ആയുസ്സിനെ നീട്ടിത്തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ നമ്മുടെ നാളെയേക്കാൾ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ മുന്നിലുള്ളത് ഇന്നാണ്. ഞാൻ ഒരുപാട് പറഞ്ഞ് പേടിപ്പിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മളിൽ പലർക്കും റമദാനിൽ പോലും പല അപാകതകളും സംഭവിച്ചിരിക്കാം. നമ്മുടെ മുന്നിലുള്ളത് പെരുന്നാൾ നിസ്കാരം കഴിയുന്നത് വരെയുള്ള സമയമാണ്. റബ്ബിനോട് കൂടുതലായി അടുക്കുക, പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന, കഷ്ടപ്പെടുന്ന നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് വേണ്ടി 6 അടി മണ്ണിൻ്റെ ചുവട്ടിൽ കിടന്നുകൊണ്ട് ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ ശിക്ഷയും പരീക്ഷണങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മുൻഗാമികളായ സഹോദരന്മാർക്ക് വേണ്ടി അവരെയെല്ലാം ഓർത്തുകൊണ്ട് ഈ പരിശുദ്ധ റമദാനെ കഴിച്ചുകൂട്ടി നല്ല രീതിയിൽ ഈദുൽ ഫിത്തർ ദിനത്തിലേക്ക് എത്തിച്ച അള്ളാഹുവിനെ വാഴ്ത്തി നമുക്ക് തക്ബീർ ചൊല്ലാം. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ.
അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.